അറേബ്യയിലെ പുരാതന നഗരമായിരുന്ന ബസറയിലായിരുന്നു സൂഫി വര്യനായിരുന്ന ദർവീസ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം രാത്രിയോടടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വാതിലിൽ വന്നു മുട്ടി. ദർവീസ് വാതിൽ തുറന്നപ്പോൾ വിഷണ്ണനായി സങ്കടത്തോടെ ആകെ അലങ്കോലപ്പെട്ട തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടു. എന്തുപറ്റി? ദർവീസ് ചോദിച്ചു. അദ്ദേഹം താഴേക്ക് നോക്കി പറഞ്ഞു, ഞാനൊരാൾക്ക് 300 ദിർഹം തിരിച്ചു കൊടുക്കാനുണ്ട്. അതിന്ന് രാത്രി കൊടുത്തില്ലെങ്കിൽ നാളെ എനിക്കുള്ളതെല്ലാം നഷ്ടമാവും. എൻ്റെ മാനം നഷ്ടപ്പെടും. എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുത്ത് അങ്ങയുടെ വാതിലിൽ മുട്ടിയത്. ദർവീഷ് ഉടൻ തന്നെ തൻ്റെ വീട്ടിലുള്ള സകല വിലപിടിച്ച വസ്തുക്കളെല്ലാം എടുത്തു. പക്ഷേ 300 ദിർഹം തികഞ്ഞില്ല. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ അയൽക്കാരുടെ എല്ലാം വാതിലുകൾ മുട്ടി അവരിൽ നിന്നെല്ലാം കടം വാങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ 300 ദിർഹം തികച്ച് തൻ്റെ സുഹൃത്തിന് കൊടുത്തു. സുഹൃത്ത് പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ കുടിലിൻ്റെ വാതിക്കലിരുന്ന് ദർവീസ് പൊട്ടിപ്പൊട്ടി കരഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചു, അങ്ങ് എന്താണ് ഏങ്ങി ഏങ്ങി കരയുന്നത്? ഈ കടം എങ്ങനെ വീട്ടുമെന്നോർത്താണോ? ദർവീസ് പറഞ്ഞു, അല്ല, കടം ഞാൻ എങ്ങനെയും വീട്ടു. എനിക്കതിന് ഭയമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ വന്ന് എൻ്റെ വാതിലിൽ മുട്ടി അവൻ്റെ നിസ്സഹായ അവസ്ഥ എന്നോട് പറയുന്നതുവരെ അവനിങ്ങനെ കഷ്ടത്തിലും സങ്കടത്തിലുമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് അവൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായി മാറുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്കും ധാരാളം സുഹൃത്തുക്കളുണ്ടാവും. അവരോടൊത്ത് കളിക്കുകയും ചിരിക്കുകയും ആടുകയും പാടുകയും നാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവൻ്റെ സങ്കടങ്ങളെക്കുറിച്ച് നമുക്കറിയാമോ? അവൻ്റെ സങ്കടങ്ങൾ നമ്മോട് പറയുന്നത് വരെ നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല. സന്തോഷത്തിലും ആനന്ദത്തിലും മാത്രമല്ല, സങ്കടങ്ങളിലും നിസ്സഹായതകളിലും തകർച്ചകളിലും കൂടെ നിൽക്കേണ്ടവനാണ് സുഹൃത്ത്. നാം സങ്കടം അറിഞ്ഞ് ഒരു ഉപകാരം ചെയ്യുന്നതാണ് സഹായം. എന്നാൽ അവൻ ചോദിക്കാതെ ചെയ്യുന്ന സഹായമാണ് സ്നേഹം.